സീരിയൽ താരം ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മരണകാരണം വ്യക്തമായിട്ടില്ല. തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫ്ലവേഴ്സ് ടിവിയിൽ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ്. 4 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. 2 ദിവസമായി അദ്ദേഹം മുറി വിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം. ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി. അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സീരിയൽ ഷൂട്ടിങ്ങിനായാണ് ദിലീപ് തിരുവനന്തപുരത്തെത്തിയതെന്നും 2 ദിവസമായി ഫോണിൽ വിളിച്ചിട്ടെടുത്തില്ലെന്നും സീരിയലിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലെത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നതെന്നാണ് പഞ്ചാഗ്നി സീരിയൽ സംവിധായകൻ മനോജ് ശ്രീലകം 24 ന്യൂസിനോട് പറഞ്ഞത്. കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടുന്നുണ്ടെന്ന് ദിലീപ് ശങ്കർ സൂചിപ്പിച്ചിരുന്നെന്നും മനോജ് ശ്രീലകം വ്യക്തമാക്കി. പഞ്ചാഗ്നിയിൽ ചന്ദ്രസേനൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് ശങ്കർ അവതരിപ്പിച്ചിരുന്നത്. എന്നെ കൊച്ചാക്കണ്ട. വാസുവിനോട് പലിശയ്ക്ക് വാങ്ങിച്ച 10 ലക്ഷത്തിൽ പകുതിയും ബിസിനസ്സിന് ഇറക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയത് നിന്റെ അനിയൻ. എന്റെ പെങ്ങളാ കലാവതി, ശ്യാമള. ദാ ആ നിൽക്കുന്നത് അവളുടെ ഭർത്താവ് സോമനാഥൻ. ദാ ആ നിൽക്കുന്നത് ചത്തുപോയ അവളുടെ ആങ്ങളെയും ഭാര്യയും. ദാ ആ നിൽക്കുന്നതും കയ്യിലിരിക്കുന്നതുമാ എന്റെ 5 പെമ്മക്കൾ. അഭിനയത്തിനു പുറമെ ബിസിനസ് മേഖലയിലും ദിലീപ് കൈവച്ചിട്ടുണ്ട്. മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സാണ് ദിലീപ് ശങ്കർ നടത്തുന്നത്. ജനപ്രിയ സീരിയലുകളിലൂടെ മലയാളിക്ക് സുപരിചിതമായ മുഖമാണ് ദിലീപ് ശങ്കറിൻ്റേത്. ശക്തമായ കഥാപാത്രങ്ങളായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സിനിമയിൽ ചെറുവേഷങ്ങൾ ചെയ്തെങ്കിലും സീരിയലുകളിലൂടെയാണ് ദിലീപ് ശങ്കർ ശ്രദ്ധ നേടിയത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ഞാനാ. പക്ഷേ അതെന്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഒരു ദുഷ്ട കഥാപാത്രമായി ചിത്രീകരിച്ച് മക്കളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് കലാവതി ചെയ്യുന്നത്. അങ്ങനെ എന്നെ മോശക്കാരനാക്കിയാണ് പഞ്ചരത്നങ്ങളുടെ മനസ്സിൽ കലാവതി കയറി കൂടിയതും അവരുടെ ഹൃദയത്തിൽ ഒരമ്മയുടെ സ്ഥാനം ഉറപ്പിച്ചതും.